പ്രിയമുള്ളവരെ, വചനജ്വാല 1813 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ഓഗസ്റ്റ് 18 ചൊവ്വാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചന വായനയിൽ ഹോസിയായുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. ആത്മാർത്ഥമല്ലാത്ത അനുതാപം. അവർ പറയും, വരുവിൻ, നമുക്ക് കർത്താവിങ്കിലേക്ക് മടങ്ങിപ്പോകാം. അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു, അവിടുന്ന് തന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് നമ്മെ പ്രഹരിച്ചു, അവിടുന്ന് തന്നെ മുറിവുകൾ വെച്ചു കെട്ടും. 2 ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും. 3-ാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും. നാം അവിടുത്തെ സന്നിധിയിൽ ജീവിക്കേണ്ടതിനു തന്നെ. കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. അവിടുത്തെ ആഗമനം സുപ്രഭാതം പോലെ സുനിശ്ചിതമാണ്. മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും. എഫ്രായിം, ഞാൻ നിന്നോട് എന്തു ചെയ്യും? യൂദ, ഞാൻ നിന്നോട് എന്തു ചെയ്യും? നിന്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞു തുള്ളിയും പോലെയാണ്. അതുകൊണ്ട് പ്രവാചകന്മാർ വഴി ഞാൻ അവരെ വെട്ടിവീഴ്ത്തി. എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാൽ അവരെ ഞാൻ വധിച്ചു. എന്റെ വിധി പ്രകാശം പോലെ പരക്കുന്നു. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദഹന ബലികളല്ല, ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. എന്നാൽ ആദാമിൽ വെച്ച് അവർ ഉടമ്പടി ലംഘിച്ചു. അവിടെ വെച്ച് എന്നോട് അവർ അവിശ്വസ്തത കാണിച്ചു. ദുഷ്കർമ്മികളുടെ നഗരമാണ് ഗിലെയാദ്. അവിടെ രക്തം ഒഴുകിയ ചാലുകൾ കാണാം. പതിയിരിക്കുന്ന കവർച്ചക്കാരെ പോലെ പുരോഹിതർ സംഘം ചേർന്നിരിക്കുന്നു. ഷെക്കെമിലേക്കുള്ള വഴിയിൽ അവർ കൊല നടത്തുന്നു. അതെ, അവർ ഹീനകൃത്യം ചെയ്യുന്നു. ഇസ്രായേൽ ഭവനത്തിൽ ഞാൻ ഭീകരമായ ഒരു കാര്യം കണ്ടു. എഫ്രായിമിന്റെ പരസംഗം അവിടെയാണ്. ഇസ്രായേൽ മലിനമായിരിക്കുന്നു. എന്റെ ജനത്തിന്റെ ഭാഗധേയം നിർണയിക്കുമ്പോൾ യൂദ, നിനക്കും ഞാൻ ഒരു കൊയ്ത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഹെലന രാജ്ഞിയെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. മിലാൻ വിളംബരത്തോടെ ക്രിസ്തു മതത്തിന് ആരാധനാ സ്വാതന്ത്ര്യം നൽകിയ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയാണ് ഹെലന രാജ്ഞി. മാനസാന്തര ശേഷം ഭക്താഭ്യാസങ്ങളിലും ദാനധർമ്മങ്ങളിലും ഉത്സുകയായിരുന്നു അവർ. 75-ാം വയസ്സിൽ ഗാഗുൽത്തായിൽ ദേവാലയം പണിയുവാൻ കൽപ്പന കൊടുക്കുകയും പണി കാണുവാൻ ജെറൂസലേമിലേക്ക് പോകുകയും ചെയ്തു. ഗാഗുൽത്തായിൽ യഥാർത്ഥ കുരിശ് കണ്ടെത്താൻ ശ്രമിക്കുകയും അവസാനം 3 കുരിശുകളും കണ്ടെത്തി
യേശുവിനെ തറച്ച കുരിശ് ഒരു രോഗസൗഖ്യത്തിലൂടെ അത് കണ്ടെത്തുകയും സ്ഥിരീകരിക്കുകയും ചെയ്തു. അവിടെയും ക്രിസ്തുവിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട പ്രധാന സ്ഥലങ്ങളിലെല്ലാം ഓരോ പള്ളി പണിയിച്ച് റോമിലേക്ക് മടങ്ങുകയും അധികം വൈകാതെ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെടുകയുമാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, കത്തോലിക്ക സഭയ്ക്ക് ഏറെ പ്രത്യേകതകൾ നൽകിയ വിശുദ്ധ ഹെലന രാജ്ഞിയെ അനുസ്മരിച്ച് വിശുദ്ധ ഹെലന രാജ്ഞിയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.